ഹായ് ആൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, PSC HSSTയുടെ അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോവുകയാണ്, ഇംഗ്ലീഷിന് വേണ്ടി വിളിക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ HSIയുടെ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിലബസാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് HSSTയുടെ സിലബസും കൂടെ ഒന്ന് നോക്കാം. 1-2 പേര് കമൻറ്റ് സെക്ഷനിലും കൂടെ ചോദിച്ചിരുന്നു HSSTയുടെ സിലബസും കൂടെ ഒന്ന് പറയാമോ എന്ന്. അപ്പോൾ HSSTയുടെ സിലബസും കൂടെ പറയാമെന്ന് വെച്ചു. HSA സിലബസും HSST സിലബസും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും തന്നെ ഡിഫറൻസ് ഉണ്ട്. HSSTയെ അപേക്ഷിച്ച് നോക്കിയാൽ HSA എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്കാണ് സിലബസിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. HSAക്ക് നമ്മൾ പഠിക്കുന്ന പോയംസ് ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, പ്രോസ് ആയിക്കോട്ടെ, ക്രിറ്റിസിസം ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും HSSTക്കും ഉണ്ട്. പക്ഷേ അതിലുപരി വേറെയും കുറേ കാര്യങ്ങൾ അഡീഷണൽ HSSTക്ക് വന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, HSSTയുടെയൊക്കെ 4 പാർട്ടായിട്ടാണ് സിലബസിൽ തന്നെ കൊടുത്തേക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 പാർട്ടായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോവാം. മൊഡ്യൂൾ 1 ചോസർ ടു നിയോ ക്ലാസിസമാണ്. അതിൽ പോയട്രിയിൽ വരുന്നത് ജെഫ്രി ചോസർ ദ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസ്, എഡ്മണ്ട് സ്പെൻസറിൻ്റെ പ്രോത്തലാമിയൻ, വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സ് 18, 29, 57, 124 ആൻഡ് 129. ദെൻ ജോൺ ഡണ്ണിൻ്റെ ദ കാനസേഷൻ, എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. അതിനുശേഷം ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്. പിന്നെ വരുന്നത് ജോൺ ഡ്രൈഡൻ്റെ മാക്ഫ്ലെഗ്നു ആണ്. അതിനുശേഷം അലക്സാണ്ടർ പോപ്പിൻ്റെ അറ്റക്കസ് പാസേജ് ഫ്രം എപ്പിസ്റ്റൽ ടു ഡോക്ടർ ആർബനോട്ട്. ദെൻ തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. അപ്പോൾ ഇത്രയാണ് പോയട്രി സെക്ഷനിൽ വരുന്നത്. ഇതിൽ നമ്മൾ HSIക്ക് വേണ്ടി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ 2 പോയംസ് ഉണ്ട്, എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗും എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡും. അതിനുശേഷം വരുന്നത് ഇതിൻ്റെ പ്രോസാണ്. പ്രോസിൽ വരുന്നത് ഓഫ് സ്റ്റഡീസും ഓഫ് ട്രൂത്തുമാണ്. ഈ ഓഫ് സ്റ്റഡീസ് നമ്മൾ HSIക്ക് വേണ്ടി പഠിച്ചിട്ടുള്ളതാണല്ലേ. പിന്നെ വരുന്നത് ഡ്രാമ സെക്ഷനാണ്. ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ്, 12th നൈറ്റ്, ദ ടെമ്പസ്റ്റ് ആൻഡ് ജൂലിയസ് സീസർ. ദെൻ വരുന്നത് വെബ്സ്റ്ററിൻ്റെ ദ ഡച്ചസ് ഓഫ് മാൽഫി. പിന്നെ കോൺഗ്രേവിൻ്റെ ദ വേ ഓഫ് ദ വേൾഡ് ആൻഡ് ഷെറിഡൻ്റെ ദ സ്കൂൾ ഓഫ് സ്കാൻഡൽ. ഇതിൽ ഷെറിഡൻ്റെ സ്കൂൾ ഓഫ് സ്കാൻഡൽസ് നമ്മൾ HSIക്ക് പഠിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ഫിക്ഷനാണ്. ഫിക്ഷനിൽ ഫീൽഡിങ്ങിൻ്റെ ടോം ജോൺസ് മാത്രമാണുള്ളത്. ഇത്രയും കൊണ്ട് മൊഡ്യൂൾ 1 ചോസർ ടു നിയോ ക്ലാസിസം തീർന്നു. ഇനി മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 ദ റൊമാൻറ്റിക്സ് ആൻഡ് ദ വിക്ടോറിയൻസ് ആണ്. അതിൽ പോയട്രി തുടങ്ങുന്നത് വില്യം ബ്ലേക്കിൽ നിന്നാണ്. വില്യം ബ്ലേക്കിൻ്റെ ദ ലാമ്പും ദ ടൈഗർ. പിന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഓഡ്, ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി, കോൾറിജിൻ്റെ ഡിജക്ഷൻ ഓഫ് ആൻ ഓഡ്, PB ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ആൻഡ് ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ആൺ. പിന്നെ വരുന്നത് ടെനിസണിൻ്റെ യുലേസിസ് ആണ്. പിന്നീട് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ദ മൈ ലാസ്റ്റ് ഡച്ചസ്, മാത്യു അർണോൾഡിൻ്റെ ഡവർ ബീച്ച്, ഹോപ്കിൻസിൻ്റെ ദ വിൻ ഹോവർ, DG റോസേറ്റിയുടെ ദ ബ്ലെസ്ഡ് ഡമസൽ. അപ്പോൾ ഇതിലും കുറച്ച് പോയംസ് നമ്മൾ HSIക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് പ്രോസാണ്. പ്രോസിൻ്റെ സെക്ഷനിൽ ചാൾസ് ലാമിൻ്റെ ഡ്രീം ചിൽഡ്രൻ, പിന്നെ പുവർ റിലേഷൻസ്, പിന്നെ JS മിൽ സബ്ജഗേഷൻ്റെ ഓൺ ദ ഇക്വാലിറ്റി ഓഫ് സെക്സസ് ഫ്രം ദ ഓഫ് വുമൺ. അപ്പോൾ പ്രോസ് സെക്ഷനിൽ വരുന്നത് ഇത്രയാണ്. പിന്നീടുള്ളത് ഡ്രാമയാണ്. ഡ്രാമയിൽ വരുന്നത് ഓസ്കാർ വൈൽഡിൻ്റെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ആണ്. ഇതും നമ്മൾ HSIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഫിക്ഷനാണ്. ഫിക്ഷനിൽ വരുന്നത് ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രജഡീസ്, നമ്മൾ +2 പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് വരുന്നത് ചാൾസ് ഡിക്കൻ്റെ ഒലിവർ ട്വിസ്റ്റ് ആണ്. എമിലി ബ്രോണ്ടിയുടെ വുതറിംഗ് ഹൈറ്റ്സ്, ജോർജ് ഇലിയറ്റിൻ്റെ ദ മിൽ ഓൺ ദ ഫ്ലോസ്. പിന്നീട് വരുന്നത് ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ എയർ. പിന്നെ തോമസ് ഹാർട്ട്ലിയുടെ ദ മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ്. ഇത്രയും കൊണ്ട് മൊഡ്യൂൾ 2 എൻഡ് ചെയ്യാണ്. പിന്നീട് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് 20th സെഞ്ച്വറി ലിറ്ററേച്ചറാണ്. അതിലെ പോയട്രി സെക്ഷനിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. WB യീറ്റ്സിൻ്റെ ഈസ്റ്റർ 1961 സെക്കൻഡ് കമ്മിങ്. പിന്നീട് TS എലിയറ്റിൻ്റെ ദ വേസ്റ്റ് ലാൻഡ്,
W.H. ഓഡൻ്റെ അൺനോൺ സിറ്റിസൺ, വാൽഫ്രഡ് ഓവൻ്റെ സ്ട്രേഞ്ച് മീറ്റിംഗ്, ഡിലൻ തോമസിൻ്റെ പായം ഇൻ ഒക്ടോബർ. പിന്നീട് ഫിലിപ്പ് ലാർക്കിൻ്റെ ചർച്ച് ഗോയിങ്, ടെഡ് ഹ്യൂസിൻ്റെ ഹാവ് ക്രോസിംഗ്, തോൺ ഗണ്ണിൻ്റെ ഇൻ സാന്റ മാരിയ ഡെ പോപ്പോളോ, പിന്നീട് സീമസ് ഹെൻലിയുടെ ദ ടോൾ ആൻഡ് മാൻ. ഇത്രയും കൊണ്ട് പോയട്രി സെക്ഷൻ കഴിഞ്ഞു. ഇനി പ്രോസിൽ വരുന്നത് വെർജീനിയ വുൾഫിൻ്റെ മോഡേൺ ഫിക്ഷൻ. ഡ്രാമയിൽ വരുന്നത് T.S. എലിയറ്റിൻ്റെ ദ മർഡർ ഇൻ ദ കത്തീഡ്രൽ, ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ, റൈഡേഴ്സ് ടു ദ സീ, ജെയിംസ് ഇഞ്ചിൻ്റെ റൈഡേഴ്സ് ടു ദ സീ, സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, ഹെർനോൾഡ് പെയിൻറ്ററിൻ്റെ ദ ബർത്ത്ഡേ പാർട്ടി. ലാസ്റ്റ് വൺ എഡ്വേർഡ് ബോണ്ടിൻ്റെ ലിയർ. അടുത്തത് ഫിക്ഷനാണ്. ഫിക്ഷനിൽ വരുന്നത് ജെയിംസ് ജോയ്സിൻ്റെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, D.H. ലോറൻസിൻ്റെ സൺസ് ആൻഡ് ലവേഴ്സ്, നെക്സ്റ്റ് വെർജീനിയ വുൾഫിൻ്റെ ടു ദ ലൈറ്റ് ഹൗസ്, ഗ്രഹാം ഗ്രീനിൻ്റെ ഹേർട്ട് ഓഫ് ദ മാറ്റർ, വില്യം ഗോൾഡിങ്ങിൻ്റെ ദ ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, ഡോറിസ് ലെസിങ്ങിൻ്റെ ദ ഗോൾഡൻ നോട്ട്ബുക്ക്, ആലിസ് സിലിറ്റോയുടെ ദ ലോൺലിനെസ് ഓഫ് ദ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ. അടുത്തത് വരുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറീസാണ് അതിൻ്റെ സെക്ഷനിൽ വരുന്നത്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തിയറീസ് ഓഫ് രസാധ്വനി ആൻഡ് അലങ്കാര, അത് കഴിഞ്ഞ് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്, ലോങ്ങിനസിൻ്റെ ഓൺ ദ സബ്ലൈം, സിഡ്നിയുടെ ആൻ അപ്പോളജി ഫോർ പോയട്രി, ഡ്രൈഡൻ്റെ പ്രിഫേഴ്സ് ടു ദ ഫേബിൾസ്, ഡോക്ടർ ജോൺസൻ്റെ പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ, വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേഴ്സ് ടു ദ ലിറിക്കൽ ബാലഡ്, കോൾറിഡ്ജിൻ്റെ ബയോഗ്രഫിയ ലിറ്ററിയ ചാപ്റ്റർ 14, അർണോൾഡിൻ്റെ സ്റ്റഡി ഓഫ് പോയട്രി, T.S. എലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, ക്ലേത്തിൻ ബ്രോക്കിൻ്റെ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്, നോർത്ത് ഓഫ് ഫ്രൈയുടെ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ, ലിയണൽ ത്രില്ലിങ്ങിൻ്റെ ഫ്രോഡ് ആൻഡ് ലിറ്ററേച്ചർ, വിക്ടർ സ്ലോവാക്കിയയുടെ ആർട്ട് ആസ് ടെക്നിക്, റെയ്മണ്ട് വില്യംസിൻ്റെ റിയലിസം ആൻഡ് ദ കണ്ടംപററി നോവൽ, ജാക്വസ് ഡെറിഡയുടെ സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമൻ സയൻസ്, എലൈൻ ഷോവോൾട്ടറിൻ്റെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്, മിഷേൽ ഫോക്വാൾട്ടിൻ്റെ വാട്ട്സ് ആൻ ഓതർ, ജാക്സ് ലാക്കൻ്റെ ദ ഇൻസിസ്റ്റൻസ് ഓഫ് ദ ലെറ്റർ ഓഫ് ദ കോൺഷ്യസ്നെസ്. അടുത്തത് ശരൺ കുമാർ ലിംബാലയുടെ ദളിത് ലിറ്ററേച്ചർ ആൻഡ് എസ്തെറ്റിക്സ്, ഫ്രം ടുവേർഡ്സ് ആൻഡ് എസ്തെറ്റിക് ഓഫ് ദളിത് ലിറ്ററേച്ചർ. അടുത്തത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതിൽ വരുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ്, ഗ്രിംസ് ലോ, വെർണേഴ്സ് ലോ, അംലറ്റ്, ഓൾഡ് ഇംഗ്ലീഷിലെ ഡയലക്റ്റ്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, വൊക്കാബുലറി, ഗ്രാമർ, ലിറ്ററേച്ചർ ഓഫ് ദ പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ്, ദ നോർമൻ കോൺക്വസ്റ്റ്, ഡയലക്റ്റ്, ചേഞ്ച് ഇൻ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ ഓഫ് ദ പീരീഡ്. ദെൻ മോഡേൺ ഇംഗ്ലീഷ്, ഇമ്പാക്റ്റ് ഓഫ് റിനേസൻസ് ഓൺ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, ഡിക്ഷണറി, ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ, കോൺട്രിബ്യൂഷൻ ഓഫ് മേജർ റൈറ്റർ, example Spencer, Shakespeare and Milton, etc. Impact of the British Empire on English. Then growth of vocabulary and semantic changes. Variety of English, British, American and Indian. Phonology, super segmental features, morphology, syntax. Then Chaucer, Bloomfield and Chomsky. Traditional grammar, modern grammar and TG grammar. Then varieties of languages, style, dialect, register, pidgin, carol and idialect. And branches of linguistic, historical, comparative, sociolinguistic, psycholinguistics, applied linguistic and neuro-linguistic. അടുത്തത് മൊഡ്യൂൾ 6 ആണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് വുമൺ റൈറ്റിംഗ്. അതിലെ ഫസ്റ്റ് പോയട്രിയിൽ ടോറുദത്ത്, അവർ കാസ്വേറിയന ട്രീ, ശ്രീ അരബിന്ദോ, റോസ് ഓഫ് ഗോഡ്, ടാഗോർ, ഗീതാഞ്ജലി 1 to 10, നെസിമിസെക്കിൽ, പോയറ്റ് ലവർ, ബേർഡ് വാച്ചർ.
Kamalada's introduction. Walt Whiteman out of the cradle endlessly rocking. Then Emily Dickinson, because I could not stop for death, I died for beauty. Then Robert Frost, apple picking, road not taken. Then Sylvia Plath, Daddy. Then Akka Mahadevi, it was like a stream. Brother, you have come. അടുത്തെന്ന് പറയുമ്പോൾ പ്രോസാണ്. പ്രോസിൽ വരുന്നത് ബി ആർ അംബേദ്കറിൻ്റെ ഫിലോസഫി ഓഫ് ഹിന്ദുസവും എമർസൻ്റെ സെൽഫ് റിയലൻസും ആണ്. ദെൻ ഡ്രാമയിൽ വരുന്നത് ഈ സെക്ഷനിൽ 3 ഡ്രാമാസാണുള്ളത്. ഗിരീഷ് കർണാടിൻ്റെ ഹായവദന, ഈജിൻ ഓനിലിൻ്റെ എംബറർ ജോൺ, ടെനിസി വില്യംസിൻ്റെ ദ ഗ്ലാസ് മെനാജറി. ഇതിൽ ദ ഗ്ലാസ് മെനാജറി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഫിക്ഷൻസ് ആണ്. ഫിക്ഷൻസ് മുൾക്ക് രാജാനന്ദിൻ്റെ കൂലി, സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഹാവ്ത്രോണിൻ്റെ ദ സ്കാർലറ്റ് ലെറ്റർ, ഫാൽക്നറിൻ്റെ ദ സൗണ്ട് ആൻഡ് ദ ഫ്യൂറി, റാഫൽ എലിസൻ്റെ ദ ഇൻവിസിബിൾ മാൻ, അമാരി ബറാക്കയുടെ ഡച്ച് മാൻ, മായ ആഞ്ചലിയോയുടെ ഫിനോമിനൽ വുമൺ, ജൂഡിത്ത് റൈറ്റിൻ്റെ ഫിനാലെ, ദെൻ ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രാർത്ഥിക, പ്രതികാര ദേവത, ടോണി മോറിസണിൻ്റെ ദ ബ്ലൂവസ്റ്റ് ഐ, ശശി ദേശ്പാണ്ഡെയുടെ ദ ലോങ് സൈലൻസ്, മഞ്ജുള പത്മനാഭൻ്റെ ദ ഹാർവസ്റ്റ്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 7 ആണ്. മൊഡ്യൂൾ 7 എന്ന് പറയുമ്പോൾ ന്യൂ ട്രെൻഡ്സ് ഇൻ ലിറ്ററേച്ചറാണ്. അതിൽ പോസ്റ്റ് കൊളോണിയലിസം, എക്കോ ക്രിറ്റിസിസം, ക്വയർ തിയറി, ട്രോമ തിയറി, ന്യൂ ഫെമിനിസം, ന്യൂ ഹിസ്റ്റോറിസം, കൾച്ചറൽ സ്റ്റഡീസ്, ഡിസ്പ്രോട്ടിക് റൈറ്റിംഗ്, പബ്ലിക് സ്ഫിയർ, മെറ്റാ നറേറ്റീവ്, ഹൈപ്പർ റിയാലിറ്റി ആൻഡ് സിമുലക്ര. ദെൻ പിന്നെ ഇത്രയുമാണ് പാർട്ട് 1 വരുന്നത് ലിറ്ററേച്ചർ സെക്ഷനിൽ. ഒത്തിരി ഉണ്ട്. നമ്മൾ HSIക്ക് പഠിച്ച ഏകദേശം 15ഓളം പോർഷൻസ് ഉണ്ട്. അത്ര ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വളരെ ടഫ് സിലബസ് ആണ്. കംപ്ലീറ്റ് ചെയ്യാൻ ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കുകയും വേണമല്ലോ. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാമല്ലോ. ഇത്രയുമാണ് ലിറ്ററേച്ചറിൻ്റെ സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. ഇതിന് ആക്ച്വലി 4 പാർട്ടായിട്ടാണ് ഈ ഒരു സിലബസ് പോകുന്നത്. പാർട്ട് 1 നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി. നമുക്കിനി പാർട്ട് 2 നോക്കാം. പാർട്ട് 2 എന്ന് പറയുമ്പോഴത്തേക്കും മെത്തഡോളജിയാണ് വരുന്നത്. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ ഇല്ലേ, അപ്പോൾ അതിൽ വരുന്നത് പാർട്ട് 2 വരുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ടീച്ചിങ്, നേച്ചർ, ഒബ്ജക്റ്റീവ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്, learners characteristics, factors affecting teaching, methods of teaching, teaching aids and evaluation system. അടുത്തത് റിസർച്ച് മെത്തഡോളജി ആണ്. അതിൽ റിസർച്ച്, മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, സ്റ്റെപ്പ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ആൻഡ് സിമ്പോസിയം. പിന്നെ വരുന്നത് തീസിസ് റൈറ്റിംഗ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റ്. ഇത്രയുമാണ് പാർട്ട് 2 വരുന്നത്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ കംപ്ലീറ്റ് നോക്കി. ഇനി നമുക്ക് പാർട്ട് 3 നോക്കാം. പാർട്ട് 3 വരുന്നത് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Silent feature of Indian Constitution, preamble, its significance and its place in interpretation of Constitution. Then fundamental rights, directive principle of state policy, relation between fundamental rights and directive principle, fundamental duties. Then executive, legislative, judiciary, both at union and state level, other constitutional authorities, central state relation, legislative, administrative and financial, service under the union and the state, emergency provision, amendment provision of constitution, social legislation and programs, social service legislation like Right to Information Act, prevention of aristocracies, then against women and children, then prevention of aristocracies against women and children, then Food Security Act, Environmental Act, etc. and social welfare program like employment guarantee,
പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ എക്സെട്ര. ഇത്രയാണ് പാർട്ട് 3 വരുന്നത്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് പാർട്ട് 4 കേട്ടോ. പാർട്ട് 4 എന്താ വരുന്നതെന്ന് വെച്ചാൽ പാർട്ട് 4 കുറച്ച് വലുതാണ്. ഫസ്റ്റ് തന്നെ വരുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് അതിൽ അറിയാലോ ആ സമയത്തുള്ള കറണ്ട് അഫയേഴ്സും ജനറൽ GKയും. പിന്നെ റിനേസൻസ് ഇൻ കേരള എന്ന് എടുത്ത് പറയുന്നുണ്ട്. റിനേസൻസ് ഇൻ കേരളയാണ് വരുന്നത്. അപ്പോൾ കേരള റിനേസൻസിൽ ഉള്ള മിക്ക കാര്യങ്ങളും ഉണ്ടാവും. അതിനുശേഷം വരുന്നത് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി. ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി അതിൻ്റെ അണ്ടറിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വേരിയസ് മിഷനറീസ്, ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ഫങ്ഷനിങ്, ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്ടറീസ്, പ്രിൻറ്റിംഗ് പ്രസ് എക്സെട്ര. പിന്നീട് വരുന്നത് എഫോർട്സ് ടു റീഫോം ദ സൊസൈറ്റി. അതിനെ വീണ്ടും രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്. ഇതിൽ വരുന്നത് SNDP യോഗം, NSS യോഗം, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, ബാലസമുദായ പരിഷ്കരണ സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ ദൈവ സഭ, സഹോദര പ്രസ്ഥാനം എക്സെട്ര ആണ്. അടുത്തത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് ആണ്. ഇതിൽ വരുന്നത് അപ്പർ ക്ലോത്ത് റിവോൾട്ട്, ചന്നാർ റിവോൾട്ട്, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാളയം സത്യാഗ്രഹ, കുന്നംകുളം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എക്സെട്ര. ദെൻ മലബാർ റിവോൾട്ട്, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നീട് വരുന്നത് റൂൾസ് ഓഫ് പ്രസ് ഇൻ റിനേസൻസ് ആണ്. അതിൽ മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാപോഷിണി, മാതൃഭൂമി, കേരള കൗമുദി, സമദേശി, കേസരി, അൽ അമീൻ, യുക്തിവാദി എക്സെട്ര. ദെൻ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, നോവൽ, ഡ്രാമ, പോയട്രി, പ്രോഗ്രാം, സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലിറ്റററി മൂവ്മെൻറ്റ് എക്സെട്ര. ദെൻ വരുന്നത് വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ആണ്. അതിൽ വരുന്നത് പാർവതി നെന്നിമംഗലം, ആര്യ പല്ലം, AV കുട്ടിമാളു അമ്മ, ലളിത പ്രഭു, അക്കമ്മ ചെറിയാൻ, ദെൻ അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം ആൻഡ് അതേഴ്സ്. പിന്നെ ലീഡേഴ്സ് ഓഫ് റിനേസൻസ് അതൊത്തിരി ഉണ്ട്. തൈക്കാടയ, വൈകുണ്ഠ സ്വാമി, പിന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദ, പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരു, ഡോക്ടർ പൽപ്പു, അങ്ങനെ ഒട്ടുമിക്ക P. കേശവമേനോൻ, അങ്ങനെ ഒത്തിരി, അതായത് ഒട്ടുമിക്ക എല്ലാ ലിറ്റററി, അതായത് റിനേസൻസിലെ ലീഡേഴ്സും ഉണ്ട്. പിന്നീട് വരുന്ന ലിറ്റററി ഫിഗേഴ്സ് അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വൈല്യകോയി തമ്പുരാൻ, അങ്ങനെ വരില്ലേ. അങ്ങനെ തകഴി ശിവശങ്കരപ്പിള്ള, പൊൻകുന്നം വർക്കി, SK പൊറ്റക്കാട്, അങ്ങനെ എല്ലാ റൈറ്റേഴ്സിനെയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ HSST ഇംഗ്ലീഷിൻ്റെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇപ്പോൾ ജനറൽ പോർഷൻ ആയിക്കോട്ടെ, ലിറ്റററി പോർഷൻ ആയിക്കോട്ടെ, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ HSTയുടെ സിലബസിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിനേസൻസ് ഇൻ കേരള അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, റിനേസൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഏത് റിനേസൻസ് ആണ്, എന്താണ്, എവിടെ നിന്നാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ ഈവൻ ദോ ലീഡേഴ്സിനെ ഉൾപ്പെടെ എല്ലാവരുടെയും പേരെടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് HSSTയുടെ സിലബസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഞ്ഞങ്ങ് പിടിച്ചോ. ഇപ്പോഴേ തുടങ്ങിയാലേ ആ എക്സാമിൻ്റെ സമയത്ത് തീർക്കാൻ പറ്റുള്ളൂ. അല്ലേ, അത്രയും ഉണ്ട്. ഒരു ദിവസം പോലും പാഴാക്കാതെ നമുക്ക് പഠിക്കാൻ മാത്രമുള്ള അത്രയും. ഇപ്പോൾ ഈ റിനേസൻസിൻ്റെ ആൾക്കാരെ തന്നെ നോക്കി, ഏകദേശം 50ഓളം ആൾക്കാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലിറ്റററി ഫിഗർ ആയിക്കോട്ടെ, ലിറ്റററി ഫിഗേഴ്സ് ഒരു 30ഓളം കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ HSSTയുടെ സിലബസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എത്രമാത്രം പഠിച്ചാലായിരിക്കും അത് കിട്ടുക എന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് HSS തന്നെ ഞങ്ങൾ പിടിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.